നൃത്ത പരിപാടിക്കിടെ വീണ് പരിക്കേറ്റ ഉമാ തോമസ് MLA ആരോഗ്യസ്ഥിതി വീണ്ടെടുത്ത് സുഖം പ്രാപിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസം ചികിത്സയിലിരുന്ന ഉമാ തോമസിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോയി കണ്ടിരുന്നു. ഇതെല്ലാ രാഷ്ട്രീയ പ്രവർത്തകർക്കുമുള്ള ഒരു മാതൃകയാണ്. തന്നെ ചേർത്ത് പിടിച്ചതിന് നന്ദി എന്ന് പറഞ്ഞ MLAയോട് ഈ നാട് മുഴുവൻ നിങ്ങളെ ചേർത്ത് പിടിച്ചു എന്നാണ് മുഖ്യമന്ത്രി നൽകിയ മറുപടി. ഉമാ തോമസിന് അപകടം സംഭവിച്ചത് LDFും CPMും മുഖ്യമന്ത്രിയും കാരണമാണെന്ന് വരെ പറഞ്ഞു പരത്തിയ ഒരു കൂട്ടം സൈബർ കൊങ്ങികൾ ഇന്നലെ നെറ്റ് ഓഫ് ചെയ്ത് കിടന്നുറങ്ങിയെന്നാണ് വ്യക്തമാകുന്നത്. മനുഷ്യരെ മനസ്സിലാക്കുന്ന, മനുഷ്യത്വത്തിന് മറ്റെന്തിനേക്കാളും വില കൽപ്പിക്കുന്ന ഒരു സാധാരണ മനുഷ്യനായി മുഖ്യമന്ത്രിയെ അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ടാണ് കൊങ്ങികളെ കൊണ്ട് ഈ വാർത്തകളും കമന്റുകളും ഒക്കെ പടച്ചുവിടാൻ നിർബന്ധിതരാക്കുന്നത്. അതെങ്ങനെ? നവകേരള ബസ് അപകടത്തിൽപ്പെടട്ടെ എന്നും അസുഖം വന്നയാൾ പൊതുപ്രവർത്തനത്തിൽ നിന്ന് ബ്രേക്ക് എടുക്കുമ്പോൾ ഒരു വിക്കറ്റ് വീണു എന്നും ഒരു നാണവും ഇല്ലാതെ പരസ്യമായി വിളിച്ചു പറയുന്ന നേതാക്കന്മാരല്ലേ ഇവരെ നയിക്കുന്നത്. ഇവരിൽ നിന്ന് ഇതൊക്കെ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. പക്ഷെ നിങ്ങൾ പഠിച്ച സ്കൂളിലല്ല ഇടതുപക്ഷം രാഷ്ട്രീയം പഠിക്കുന്നത്. ഇതിന് മറ്റനേക ഉദാഹരണങ്ങൾ വേറെയുമുണ്ട്. ഉമ്മൻചാണ്ടി അസുഖബാധിതനായി കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മികച്ച ചികിത്സ ഉറപ്പാക്കാനും കുടുംബത്തിന് താങ്ങാവാനും പിണറായി വിജയൻ നടത്തിയ ഇടപെടലുകളെ കുറിച്ച് മകൻ ചാണ്ടിയുമ്മൻ ഓർത്തെടുക്കുന്നുണ്ട്. നമ്മുടെ എതിർ പാർട്ടിയിലുള്ള ആരെങ്കിലും ഒരു നല്ല ലീഡർ ആരായിരിക്കും എന്ന് ചോദിച്ചാൽ ആരായി പറയാം? മുഖ്യമന്ത്രി തന്നെയാണ്. യാതൊരു സംശയമില്ല. കാരണം ഞാനത് എന്റെ ഫാദറിന്റെ അസുഖ സമയത്ത് അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് ഞാൻ കണ്ടു. അപ്പൊ അദ്ദേഹം അതിനെ എടുത്തത് എങ്ങനെയാണെന്ന് ഞാൻ ശ്രദ്ധിച്ചു. എന്നെ റിസീവ് ചെയ്ത് എങ്ങനെ ഞാൻ ശ്രദ്ധിച്ചു. എന്റെ ഫാദറിനോട് എങ്ങനെ പെരുമാറി ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹത്തിന്റെ വളരെ ഏറ്റവും മര്യാദയുള്ള ഒരു സമീപനമായിട്ടാണ് ഞാൻ കരുതുന്നത്. നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, രാഷ്ട്രീയമായ യോജിപ്പുകൾ ഇല്ലാത്തത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു സമീപനം അപ്പോൾ ഞാൻ കണ്ടത് എനിക്ക് വളരെയധികം ഒരു മനുഷ്യത്വപരമായ ഒരു സമീപനം. ഇതേ കാരണം കൊണ്ടാണ് ഇടതുപക്ഷം എതിരാളികളുടെ പോലും അവസാന പ്രതീക്ഷയാവുന്നത്. മനുഷ്യത്വത്തിന് കണ്ടീഷൻസ് വയ്ക്കുന്ന ആളുകളുടെ വായിൽ നിന്ന് വരുന്ന ചില വാക്കുകളും അഭിപ്രായങ്ങളും കൊണ്ടൊന്നും മുഖ്യമന്ത്രിയെ അങ്ങ് തകർത്ത് കളയാം എന്ന് ചിന്തിക്കരുത്. ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഉമാ തോമസിനെ പോയി കണ്ടു കുശലം പറഞ്ഞ ആ മുഖ്യമന്ത്രിയെ ഒന്ന് കണ്ടു നോക്കുക. എല്ലാരും ചേർത്ത് പിടിച്ചു, നാടാകെ ചേർന്ന് നിന്നു.